യഥാർത്ഥത്തിൽ ഇതിന് കാര്യമായ പഠനം നടത്തിയത് ഡോക്ടർ ആശയുടെ ഹസ്ബൻഡ് രമേശാണ്. രമേശ് കുറേ തുടർന്നതിന് ശേഷം രമേശ് പാതി ഒഴുക്കി വെച്ച് നിർത്തിപ്പോയ കാര്യങ്ങൾ രമേശിൻ്റെ പുസ്തകങ്ങളും രേഖകളും എനിക്ക് കൈമാറുകയും ഞാനത് കുറച്ചുകൂടി തുടർന്ന് പഠനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനൊരു അവസരമുണ്ടായത് സാമൂതിരി കോയിലത്തെ ഒരു കേസിൻ്റെ ആവശ്യത്തിന് വേണ്ടി സാമൂതിരിയുടെ ഭരണകാലത്തെ ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രാമാണിക ഗ്രന്ഥമെന്ന് കരുതുന്ന പ്രൊഫസർ KV കൃഷ്ണയ്യരുടെ സാമുറൻസ് ഓഫ് കാലിക്കറ്റ് എന്ന പുസ്തകം എനിക്ക് പരിശോധിക്കാനിടവും. ആ പുസ്തകത്തിൽ ഒരു ഭാഗത്ത് തറയ്ക്കൽ എരോമമേനോൻ കൊല ചെയ്യപ്പെടുന്നതും തറയ്ക്കൽ തറവാട് ആനകളെ വെച്ച് നിരത്തുന്നതും ഏതാണ്ട് ഒരു സിനിമ കഥ പോലെ വിവരിക്കുന്നതായിട്ട് കണ്ടു. സാമാന്യമായും അതിൻ്റെ പുറകോട്ടൊന്ന് പോകാനുള്ള ആഗ്രഹം തോന്നി. അതിൻ്റെ ഫലമായി രേഖകൾ പലതും തിരഞ്ഞ് ആർക്കൈവ്സിൽ പോയി സാമൂതിരി കോയിലത്തെ ഗ്രന്ഥവരികൾ പരിശോധിച്ചു. കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ കിട്ടിയിട്ടുള്ള രേഖകൾ പരിശോധിച്ചു. അങ്ങനെ ഞാൻ കുറേയൊക്കെ തീരുമാനങ്ങളിൽ എത്തിക്കഴിഞ്ഞു. പക്ഷെ എൻ്റെ റിസർച്ച് പൂർണ്ണമായിട്ടില്ല. വളരെ സമ്പന്നമായ ഒരു പൈതൃകത്തിന് ഉടമകളാണ് നമ്മൾ. 6 നൂറ്റാണ്ടുകളായി പരന്നു കിടക്കുന്ന ഏതാണ്ട് 500 കൊല്ലത്തെ പഴമയും ചരിത്രവും ഈ തറവാടിനുണ്ട്. ചെറുകോട് ആസ്ഥാനമായുള്ള തറയ്ക്കൽ തറവാട് നിലവിൽ വരുന്നത് 16-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാതിയിലാണ്. 1550 മുമ്പ്. നമ്മളെക്കാളൊക്കെ ചരിത്ര അവബോധമുള്ളവരാണ് നമ്മുടെ കാരണവന്മാർ. നമ്മുടെ കാരണവന്മാർ വ്യക്തമായ കുറിപ്പുകൾ ഇതിനെക്കുറിച്ച് എല്ലാ കാലത്തും എഴുതി വെച്ചിട്ടുണ്ട്. അന്നത്തെ തറയ്ക്കൽ കാരണവനായിരുന്ന എരോമമേനോൻ പട്ടും വളയും വാങ്ങി സാമൂതിരിയുടെ പടനായകനായി അധികാരമേൽക്കുന്ന സമയത്ത് അന്ന് നടന്ന സംഭവങ്ങളുടെ യഥാർത്ഥ വിവരണം അത് എഴുതി വെച്ചിട്ടുണ്ട്. ആ കുറിപ്പുകൾ അവസാനിപ്പിക്കുന്നത് എരോമമേനോൻ വലിയമാവനാണ്. എരോമമേനോൻ വലിയമാവൻ്റെ കുറിപ്പുകൾ എഴുതിയത് 1943-44 കാലഘട്ടത്തിലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ കുറിപ്പുകളോടനുബന്ധമായി തറയ്ക്കലെ എല്ലാവരുടെയും പൂർവികയായ ലക്ഷ്മി വാരസ്യാർ തൊട്ട് ശങ്കരപ്പോൾ വരെയുള്ളവരുടെ കൃത്യമായിട്ടുള്ള വംശപാരമ്പര്യ പട്ടിക അതിനോടനുബന്ധമായി ചേർത്തിട്ടുണ്ട്. ആ വംശപാരമ്പര്യ പട്ടികയിൽ കുട്ടിയേട്ടനും കുമാരിയപ്പോഴും ശങ്കരപ്പോഴും വരെയുണ്ട്. വാസേട്ടനില്ല. അപ്പോൾ ശങ്കരിയപ്പോളിൻ്റെ ജനനം കഴിഞ്ഞ വാസേട്ടൻ്റെ ജനനത്തിന് മുമ്പായിരിക്കണം എരോമന മാവൻ ആ കുറിപ്പുകൾ തയ്യാറാക്കിയത് നമുക്ക് അനുമാനിക്കേണ്ടതുണ്ട്. ഞാൻ നേരിട്ട് ചരിത്രത്തിലേക്ക് വരാം. 1550 തൊട്ട് മുമ്പ് 1530-ലോ 40-ലോ ആയിരിക്കണം തറയ്ക്കൽ തറവാട് രൂപീകൃതമാകുന്നത്. തറയ്ക്കൽ ഉണിക്കണ്ട മേനോനാണ് ആദ്യമായി സാമൂതിരിയുടെ പട്ടും വളയും വാങ്ങി സാമൂതിരിയുടെ പടനായക സ്ഥാനം അലങ്കരിക്കുന്നത്. 1675 മുതൽ 1755 വരെയുള്ള 80 വർഷ കാലഘട്ടം. ഒരുപക്ഷെ തറയ്ക്കൽ തറവാടിൻ്റെ ഏറ്റവും പ്രഗത്ഭമായ കാലഘട്ടം അതായിരുന്നു. സാമൂതിരി രാജ്യത്തിൻ്റെ ഏതാണ്ട് 4/3 ഭാഗം വരെ തറയ്ക്കൽ മേനോൻ ഭരിച്ചിരുന്ന കാലഘട്ടം. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ദുരന്ത സംഭവത്തെ തുടർന്ന് തറയ്ക്കൽ തറവാട് നശിപ്പിക്കപ്പെടുന്നു. തറവാട്ടിലെ അംഗങ്ങൾക്ക് നാട് വിടേണ്ടി വരുന്നു. മറ്റ് രാജ്യത്ത് പോയി താമസിക്കേണ്ടി വരുന്നു. 1800 മുതൽ 1960 വരെയുള്ള 160 വർഷം പുനരുത്ഥാനത്തിൻ്റെ കാലഘട്ടമാണ്. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാലഘട്ടമാണ്. പോയതെല്ലാം നേടിയെടുത്ത കാലഘട്ടമാണ്. നായർ പടയാളികളുടെ സംഘം ഉണ്ടായിരുന്ന ചേരിക്കല്ലുകളിലെ പ്രവർത്തികളെ തലച്ചെന്നവർമാർ എന്നാണ് വിളിച്ചിരുന്നത്. ആദ്യമായി തറയ്ക്കൽ ഉണിക്കണ്ട മേനോൻ നിയമിതനാവുന്നത് ചുനങ്ങാട് തലച്ചെന്നവരായിരുന്നു. 10,000-ഓളം പടയാളികളെ നിലനിർത്തിയിരുന്ന ചുനങ്ങാട് തലച്ചെന്നവരായ അദ്ദേഹം നിയമിതനായി. പടിപടിയായി അദ്ദേഹം ഉയർന്ന് ഏതാണ്ട് 14ഓളം ചേരിക്കല്ലുകളുടെ ഭരണം അദ്ദേഹത്തിൻ്റെ കയ്യിലെത്തി. തറയ്ക്കൽ ഉണിക്കണ്ട വാര്യർക്ക്
പട്ടും വളയും കൊടുത്ത് സാമൂതിരി കൊടുത്ത സ്ഥാനപ്പേരായിരുന്നു മേനോൻ. അങ്ങനെയാണ് തറയ്ക്കൽ മേനോൻ ആദ്യമായി ഉണ്ടാകുന്നത്. ചുനങ്ങാട് തലച്ചെന്നവരായി ഇട്ടിയുണ്ണിരാമ വാര്യരെ വാഴിച്ച് ഇട്ടിയുണ്ണിരാമ മേനോനാക്കിയ കഥ ഹെർമൻ ഗുണ്ടത്ത് കേരളോൽപ്പത്തിയിൽ വിവരിക്കുന്നുണ്ട്. ഇട്ടിയുണ്ണിരാമ വാര്യരുടെ അനുജൻ ശേഖര മേനോനെ വാളും പടവയും നൽകി സാമൂതിരി ഉടനെ തന്നെ ആലിപ്പറമ്പിൽ തലച്ചെന്നവരായി നിയമിച്ചു. ഒരേ സമയം ഉണിക്കണ്ട മേനോൻ സ്ഥാനത്തുനിന്ന് ഒഴിഞ്ഞ സമയത്ത് രണ്ടു മരുമക്കളായ ഇട്ടിയുണ്ണിരാമ വാര്യരും ശേഖരമേനോനും ഇട്ടിയുണ്ണിരാമ മേനോനുമായി സാമൂതിരിയുടെ പടനായകന്മാരായി തുടർന്നു. ഇട്ടിയുണ്ണിരാമ മേനോൻ്റെയും ശേഖരമേനോൻ്റെയും മരുമക്കളായിട്ട് 6 പുരുഷന്മാരാണ് ഉണ്ടായിരുന്നത്. സ്ത്രീ ഉണ്ടായിരുന്നില്ല. 6 പുരുഷന്മാരിൽ മൂത്ത ആൾ ഉണിക്കണ്ട മേനോൻ 1649 അരീക്കോട്ട് കോവിലകത്ത് വെച്ച് സാമൂതിരി ദേശവാഴിയായി അവരോധിച്ച് വാളും പുടവയും നൽകി. അദ്ദേഹത്തിനാണ് ദേശവാഴികളിൽ ആദ്യമായി മഞ്ചലിൽ സഞ്ചരിക്കാനുള്ള അവകാശം സാമൂതിരി കൊടുക്കുന്നത്. പള്ളിത്തണ്ടിൽ നടക്കാനുള്ള അവകാശം അദ്ദേഹത്തിനെ കൊടുത്തു എന്ന് കോഴിക്കോട് ഗ്രന്ഥവരിയിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി കാണുന്നുണ്ട്. സാമൂതിരിക്ക് മുമ്പിൽ തെളി എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട്. മുമ്പിൽ ഉടവാള് പിടിച്ച ഒരാൾ നടന്ന് തെളിച്ച് നടന്നാലേ സാമൂതിരി യാത്രയാകും. ഈ ഉടവാള് സാമൂതിരി എന്നും സൂക്ഷിക്കും. ഡച്ച് ആക്രമണത്തിൽ 1670 നടന്ന ഡച്ച് ആക്രമണത്തിൽ കൊടുങ്ങല്ലൂർ ആക്രമിച്ച് സാമൂതിരി താമസിച്ചിരുന്ന വെളുത്ത നമ്പ്യാരുടെ ഭവനം ഡച്ചുകാർ കത്തിച്ചു കളഞ്ഞു. ഈ ഉടവാള് നഷ്ടപ്പെട്ടു. മറ്റൊരു ഉടവാള് സാമൂതിരിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് തറയ്ക്കൽ ഉണ്ണിരാമ മേനോനാണ്. ആ ഉടവാളിൻ്റെ ശേഷം ഉണ്ടാക്കി കൊടുത്തതിന് ശേഷമാണ് മുമ്പിൽ തെളി എന്ന ഏർപ്പാട് വീണ്ടും സാമൂതിരി കോലിൽ തുടങ്ങിയത് എന്ന് സാമൂതിരിയുടെ ഗ്രന്ഥവരിയിൽ കാണാനുണ്ട്. സ്ത്രീകളില്ലാത്തത് കാരണം ഈ തറവാട് അന്യം നിൽക്കുന്നൊരു സ്ഥിതിവിശേഷം വന്നു. ഈ സമയത്ത് 1676 ഒരു ദത്തിലൂടെയാണ് പിന്നെ നമ്മുടെ തറവാട് നിന്ന് പോകുന്നത്. ഇടത്തുപുറത്തു നിന്ന് ദത്ത് വന്ന തറയ്ക്കൽ തറവാട് അന്യം നിൽക്കുന്ന അവസ്ഥാവിശേഷം വന്നപ്പോൾ പൊന്നാനി കിഴൂർ വാര്യത്തുനിന്ന് ഒരു ബ്രാഞ്ചിനെ അങ്ങനെ തന്നെ ദത്തെടുത്ത് കൊണ്ടുവന്ന് തറയ്ക്കൽ മേനോനാക്കുകയാണ് സാമൂതിരി ചെയ്തത്. 1675 കിഴൂർ തറവാട്ടിലെ ഒരു ബ്രാഞ്ച് മുഴുവൻ 4 ദത്തുകളായി തറയ്ക്കലേക്ക് കൊണ്ടുവന്ന് സാമൂതിരിയെ അംഗീകരിക്കുന്നു. കോഴിക്കോട്ട് ആസ്ഥാന സാമൂതിരിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതായിരുന്നെങ്കിലും എന്നും സാമൂതിരിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആസ്ഥാനം പൊന്നാനിയായിരുന്നു. പൊന്നാനിയിലെ വൈരനെല്ലൂർ കോവിലകത്ത് ഇരുന്നു കൊണ്ട് പൊന്നാനി എന്ന തുറമുഖ പട്ടണം ഭരിക്കലായിരുന്നു സാമൂതിരിയുടെ ഏറ്റവും വലിയ പ്രധാന കാര്യം. കിഴൂർ എരോമ മേനോൻ തറയ്ക്കൽ മേനോനായി വന്നതോടുകൂടി പൊന്നാനി മുഴുവൻ തറയ്ക്കൽ മേനോന്റെ അധീനത്തിലെത്തി. എന്നു മാത്രമല്ല, മറ്റ് പല ദേശവാസികൾക്കും കൊടുക്കാത്ത 4 പുതിയ അധികാരങ്ങൾ അദ്ദേഹം കീഴൂർ എരോമ മേനോന് അന്നത്തെ തറയ്ക്കൽക്കാരനവർക്ക് കൊടുത്തതായി രേഖകൾ കാണാനുണ്ട്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് തറയ്ക്കൽ തറവാടിൻ്റെ ഉയർച്ചയാണ് കാണുന്നത്. ഈ ഉയർച്ച ഓരോരോ ദിക്കിലും പോയി നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. പ്രൊഫസർ എൻ എൻ നമ്പൂതിരി എഴുതിയതനുസരിച്ചായിരുന്നെങ്കിൽ ഇന്നത്തെ പട്ടാമ്പി താലൂക്കും ഒറ്റപ്പാലം താലൂക്കിൽ കവളപ്പാറ നായരുടെ കൈവശമുണ്ടായിരുന്ന സ്ഥലവും ഒഴിച്ച് മുഴുവൻ മലപ്പുറം ജില്ലയും തറയ്ക്കൽ മേനോൻ ഭരിക്കുന്ന കാലഘട്ടമായിരുന്നു യഥാർത്ഥത്തിലുണ്ടായിരുന്നത്. എന്ന് മാത്രമല്ല, ഒരു പ്രത്യേക സാഹചര്യത്തിൽ കോഴിക്കോട് ചേരിക്കല്ലിലെ തലച്ചെന്നവരായി പോലും തറയ്ക്കൽ എരോമ മേനോൻ പ്രവർത്തിച്ചു. രേവതി പട്ടത്താനം നടന്നിരുന്ന സമയത്ത് കോഴിക്കോട് ചേരിക്കല്ലിലെ തലച്ചെന്നവരായി പോലും തറയ്ക്കൽ എരോമ മേനോൻ പ്രവർത്തിച്ചു എന്ന് ഗ്രന്ഥവരികൾ കൊണ്ട് കാണാനുണ്ട്. അത്തരം ഒരു അവസ്ഥയിലേക്ക്, ഏറ്റവും ഉച്ചസ്ഥായിലുള്ള ഒരു അവസ്ഥയിലേക്ക് തറയ്ക്കലിനെ സംബന്ധിച്ചിടത്തോളം തറയ്ക്കലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ശോഭായമാനമായ കാലഘട്ടം എന്ന് പറയാവുന്ന ആ കാലഘട്ടം ഉണ്ടായത് പൊന്നാനിയിൽ നിന്ന് ഇങ്ങോട്ട് ദത്ത് വന്ന കിഴൂർ എരോമ മേനോന്റെ കാലഘട്ടത്തിലായിരുന്നു. 1683 തിരുനാവായിൽ നടന്ന മാമാങ്കത്തിന്റെ ഒരുക്കത്തെക്കുറിച്ച് അന്ന് ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് തറയ്ക്കൽ എരോമ മേനോനാണ്. അന്ന് സാമൂതിരിയും തറയ്ക്കൽ എരോമ മേനോനുമായി ഉണ്ടായ കൽപ്പനകളുടെയും എഴുത്തുകുത്തുകളുടെയും ശേഖരം പ്രൊഫസർ നമ്പൂതിരി തറയ്ക്കൽ രേഖകൾ എന്ന് പറഞ്ഞ് പ്രത്യേകം ക്രോഡീകരിച്ച് അദ്ദേഹത്തിൻ്റെ സാമൂതിരി ഭരണത്തിൻ്റെ കാണാപ്പുറങ്ങൾ എന്ന പുസ്തകത്തിന് അനുബന്ധമായിട്ട് ചേർത്തിട്ടുണ്ട്. ആദ്യം ദത്ത് വന്ന പൊന്നാനിയിൽ നിന്ന് ദത്ത് വന്ന ചെറുനൊട്ടി വാരസ്യാർക്ക് 4 മക്കളാണ് ഉണ്ടായിരുന്നത്. കുഞ്ചി വാരസ്യാർ, ഇട്ടി വാരസ്യാർ, ഉണിക്കണ്ട വാര്യർ, ഇട്ടിച്ചിരി വാരസ്യാർ.
ഇതിൽ കുഞ്ചി വാരസ്യാരുടെ മകനാണ് പിന്നീട് പ്രസിദ്ധനായ രോമമേനോൻ. ഈ കത്തുകൾ എഴുതി ആദ്യത്തെ കുറിപ്പ് എഴുതി എന്ന് പറയുന്ന നമുക്ക് അദ്ദേഹത്തെ രണ്ടാം രോമമേനോൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. രണ്ടാം രോമമേനോൻ, ഏറ്റവും പ്രസിദ്ധനായ രണ്ടാം രോമമേനോൻ ഈ കുഞ്ചി വാരസ്യാരുടെ മകനാണ്. 1723 സാമൂതിരി അദ്ദേഹത്തെ ചുനങ്ങാട് തലച്ചെന്നവരായി വാളും പടവയും തീയും തിരിയും നൽകി സ്ഥാനാരോഹണം നടത്തി. അങ്ങനെ 1676 മുതൽ 1762 വരെയുള്ള കാലഘട്ടം തറയ്ക്കൽ തറവാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉന്നതമായ ഒരു കാലഘട്ടമായിരുന്നു. ഭരണത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം തറയ്ക്കൽ തറവാട്ടിലായിരുന്നു. 1766 ഒരു ഏറ്റവും വേദനാജനകമായൊരു സംഭവമുണ്ട്. ആ സംഭവമാണ് തറയ്ക്കൽ തറവാടിന്റെ നാശത്തിലേക്ക് വഴിവെച്ചത്. 1751 മുതൽ 1788 വരെ സാമൂതിരി കോവിലത്തെ സാമൂതിരിമാരായിരുന്ന 3 ബ്രദേഴ്സാണ്. ഈ 3 ബ്രദേഴ്സും സാമൂതിരി കോവിലത്ത് ജനിച്ചു വളർന്നവരായിരുന്നില്ല. നീലേശ്വരത്തു നിന്ന് സാമൂതിരി കോവിലകത്തേക്ക് ദത്ത് കൊണ്ടുവന്ന ആൾക്കാരായിരുന്നു. അതിൽ മൂത്ത ആളായിരുന്നു 1766 സാമൂതിരി കോവിലത്തെ സാമൂതിരി. അദ്ദേഹം പൊതുവെ ഒരു പ്രഗത്ഭനായ ഭരണാധികാരി ആയിരുന്നില്ല, വളരെ ദുർബലനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അനന്തരവന്മാർ തമ്മിൽ വഴക്കുകളുണ്ടായി. നാടുവാഴികളും ദേശവാഴികളും അദ്ദേഹത്തിനെതിരായിട്ട് തിരിഞ്ഞു. അദ്ദേഹത്തിന് പ്രായോഗികമായി പറയുകയാണെങ്കിൽ സാമൂതിരി രാജ്യത്തിൻ്റെ മുഴുവൻ കൺട്രോൾ നഷ്ടപ്പെട്ട ഒരവസ്ഥയായിരുന്നു. അതിനു മുമ്പ് ഉള്ള സാമൂതിരിയുടെ കാലഘട്ടത്തിൽ കൊച്ചിയുടെ പറവൂര്, വരാപ്പുഴ മുതൽ ചേറ്റുവ വരെയുള്ള പ്രദേശം സാമൂതിരി കൈവശം വെച്ചിരുന്നു. ആ കാര്യത്തിൽ സാമൂതിരിയുടെ കയ്യിലുണ്ടായിരുന്ന ആ കൊച്ചി രാജ്യത്തിൻ്റെ ഭാഗമായ ചേറ്റുവ, പറവൂർ, വരാപ്പുഴ തുടങ്ങിയ പ്രദേശങ്ങൾ, ഈ പ്രദേശങ്ങൾ വീണ്ടെടുക്കുന്നതിന് കൊച്ചി രാജാവിന് ഒരു കാലത്തും കഴിഞ്ഞിരുന്നില്ല. 1761 ഡിസംബർ 21, 22 തീയതികളിൽ കൊച്ചി രാജ്യവും തിരുവിതാംകൂർ രാജ്യവും കൂടി ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ്. ആ ഉടമ്പടി അനുസരിച്ച് തിരുവിതാംകൂർ രാജ്യവും കൊച്ചി രാജ്യവും കൂടി സാമൂതിരിക്കെതിരായി പട നടത്താമെന്നും കൊച്ചി രാജ്യത്തിൻ്റെ പ്രദേശങ്ങൾ സാമൂതിരിയുടെ കൈവശമുള്ളത് കൊച്ചി രാജ്യത്തിന് വീണ്ടും കൊടുക്കാമെന്നും, എന്നാൽ അതിന് പകരമായി തിരുവിതാംകൂറിൻ്റെ കൈവശമുണ്ടായിരുന്ന കൊച്ചി രാജ്യത്തെ പ്രദേശങ്ങൾ, ആലങ്ങോട്, ആലുവ തുടങ്ങിയ പ്രദേശങ്ങൾ തിരുവിതാംകൂറിന് വിട്ടുകൊടുക്കാമെന്നും ഒരു കരാറിലെത്തി. ആ കരാർ 1761 ഡിസംബർ 21, 22 തീയതികളിലാണ് തിരുവിതാംകൂർ ചരിത്രത്തിൽ ശങ്കുണ്ണി മേനോൻ റിപ്പോർട്ട് ചെയ്തത്. ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചി രാജ്യത്തിൻ്റെയും തിരുവിതാംകൂർ രാജ്യത്തിൻ്റെയും സമ്പൂർണ്ണ സേന വരാപ്പുഴയും ചേറ്റുവായും പറവൂരും ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയാണ്. സാമൂതിരിക്ക് ആ യുദ്ധത്തിൽ പരാജയമടഞ്ഞു. വരാപ്പുഴയും ചേറ്റുവയും പറവൂരും വിട്ടൊഴിഞ്ഞ് സാമൂതിരിയുടെ പടയ്ക്ക് ഇരിഞ്ഞാലക്കുടയ്ക്കടുത്തുള്ള മാപ്രാണത്തേക്ക് പിൻവാങ്ങി മാപ്രാണത്ത് തമ്പടിച്ചു കൂടേണ്ടി വന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അങ്ങനെ കൂടുന്ന സമയത്ത് സാമൂതിരി ദുർബലനായി എന്ന് കരുതി കവളപ്പാറ മൂപ്പിൽ നായർ പഴയ വെള്ളുവനാടിൻ്റെയും നെടുങ്ങനാടിൻ്റെയും ഭാഗങ്ങളിൽ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു. ഇതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇതിനു മുമ്പ് 1765 ദുർബലനായ സാമൂതിരി മറ്റു പലരുടെയും ദുർബോധനയ്ക്ക് വഴങ്ങി തറയ്ക്കൽ രോമനമേനനെ പൊന്നാനിയുടെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കി കുളങ്ങര ഗോപാലപിഷാരുടി എന്ന് പറഞ്ഞ ഒരാളെ അവിടുത്തെ തലച്ചെന്നവരായിട്ട് നിയമിക്കുകയാണ്. അത് കാരണം രോമമേനോൻ സാമൂതിരിയുമായി അല്പം നീരസത്തിലായിരുന്നു. കവളപ്പാറ നായർ ഇത്തരം കലാപങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ആ കലാപങ്ങൾ നേരിടുന്നതിന് വേണ്ടി തറയ്ക്കൽ രോമമേനോനോട് ആ കലാപം അടിച്ചമർത്താൻ മാപ്പറാണത്ത് നിന്ന് സാമൂതിരി ആവശ്യപ്പെടുകയാണ്. തറയ്ക്കൽ മേനോൻ എനിക്ക് കഴിയില്ലെന്ന് മറുപടി പറയുന്നു. അവിടെയാണ് അവർ വെച്ചുള്ള തർക്കമുണ്ടാകുന്നത്. പിന്നീട് കോഴിക്കോട് നിന്ന് പടയാളികൾ വന്ന് കവളപ്പാറ മൂപ്പിൽ നായരുടെ കലാപങ്ങൾ അടിച്ചമർത്തുന്നു. മാപ്പറാണത്ത് നിന്ന് പടതോറ്റ് സാമൂതിരി തിരിച്ചു പോകുന്ന വഴിക്ക് ചെർപ്പുളശ്ശേരിക്കുള്ള യാത്രാമധ്യേ എന്നാണ് രേഖാവലികളിൽ കാണുന്നത്.
വണ്ടുംതറ വെച്ച് തറയ്ക്കൽ എരോമ മേനോനും മുണിക്കണ്ഠൻ മേനോനും കൂടി സാമൂതിരിയെ തടഞ്ഞു എന്നാണ് സാമൂതിരി കോവിലത്തെ രേഖകൾ കാണുന്നത്. അദ്ദേഹം സാമൂതിരി കോവിലത്ത് എരോമ മേനോൻ സാമനും മുണിക്കണ്ഠ മേനോനും കൂടി സാമൂതിരിയെ വണ്ടുംതറ വെച്ച് സാമൂതിരിയുടെ പടയെ തടഞ്ഞു എന്ന് മാത്രമല്ല, എരോമ മേനോൻ സാമൂതിരിയുടെ തിരുനെറ്റിക്ക് നേരെ വെടിവെക്കാൻ ശ്രമിച്ചു എന്നാണ് പിന്നെ കോഴിക്കോടൻ ഗ്രന്ഥവരിയിൽ കാണുന്നത്. പ്രൊഫസർ KV കൃഷ്ണയ്യർ പറയുന്നു, അദ്ദേഹം പരിശോധിച്ച ഗ്രന്ഥവരി അനുസരിച്ച് തറയ്ക്കൽ എരോമ മേനോൻ സാമൂതിരിക്കെതിരായി വെടിവെക്കാൻ ശ്രമിച്ചു എന്നും തറയ്ക്കൽ എരോമ മേനോനെ സാമൂതിരി വെട്ടിക്കൊണ്ടുവന്നു, അതിന്റെ ശിക്ഷാ നടപടിയുടെ ഭാഗമായി പടയാളികൾ വന്ന തറയ്ക്കലെ തറവാട്ട് ഭവനം നശിപ്പിച്ചു എന്നും ആനയെ കൊണ്ട് ചവിട്ടി നിരത്തിയെന്നും തറയ്ക്കലെ സ്ത്രീകളെയും കുട്ടികളെയും പൊന്നാനി വൈരനെല്ലൂർ കോവിലകത്ത് കൊണ്ടുപോയി താമസിപ്പിച്ചു എന്നുമാണ് KV കൃഷ്ണയ്യർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഗ്രന്ഥവരി അനുസരിച്ച് അത് കഴിഞ്ഞ് സാമൂതിരി അനുചരന്മാരോട് കൂടിയിട്ട് കന്യാകുമാരിക്ക് തീർത്ഥയാത്ര പോവുകയാണ്. കന്യാകുമാരിയിൽ നിന്ന് തീർത്ഥയാത്ര പോയിട്ട് അദ്ദേഹം തിരിച്ചെഴുത്തി വന്നിട്ട് വീണ്ടും തറയ്ക്കൽ എരോമ മേനോനോടും മുണിക്കണ്ഠ മേനോനോടും ഉള്ള പക തീരാഞ്ഞ് അവരെ വിളിച്ചു വരുത്തി അവരെ വെട്ടിക്കൊന്നു എന്നാണ് ഗ്രന്ഥവരിയിൽ കാണുന്നത്. തറയ്ക്കൽ തറവാട് ഭവനം നിരത്തിയെന്ന്. അപ്പോൾ ഒരു ഗ്രന്ഥവരിയിൽ എരോമ മേനോൻ മാത്രം സാമൂതിരി ആക്രമിച്ചു എന്ന്, മറ്റേ ഗ്രന്ഥവരിയിൽ ഇങ്ങനെ. ആ കുറിപ്പുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അഭിപ്രായ വ്യത്യാസം വന്നതിനെ തുടർന്ന് മറ്റു പല സാമന്തന്മാരുടെയും സാമൂതിരിയുടെ ആളുകളുടെയും സാമൂതിരിയുടെ ഉപജാപക വൃന്ദത്തിൻ്റെയും അഭിപ്രായങ്ങൾക്ക് വഴങ്ങി സാമൂതിരി തറയ്ക്കൽ ആക്രമിക്കുകയും തറയ്ക്കലും അന്നുണ്ടായിരുന്ന പുരുഷ പ്രജകളെ വെട്ടിക്കൊല്ലുകയും സാമൂതിരി സ്ത്രീകളെയും കുട്ടികളെയും പൊന്നാനി കൊണ്ടുപോയി താമസിക്കുകയും ചെയ്തതാണെന്നാണ് എരോമ മേനോന്റെയും ശങ്കരമേനോന്റെയും കുറിപ്പുകളിൽ നിന്ന് കാണുന്നത്. ശങ്കരമേനോൻ തിരിച്ചു വന്നപ്പോഴാണ് ഈ സംഗതികൾ അറിയുന്നത്. അദ്ദേഹം നേരിട്ട് പൊന്നാനി സാമൂതിരി കോവിലത്തിലേക്ക് ചെന്ന് അവിടെ ഒരു യുദ്ധം തന്നെ നടത്തിയെന്നാണ് ഒരു ഗ്രന്ഥവരിയിൽ കാണുന്നത്. അദ്ദേഹം സ്ത്രീകളെയും കുട്ടികളെയും വിടുവിച്ചു കൊണ്ടുവന്ന് സാമൂതിരിയുടെ രാജ്യത്തിന് പുറത്ത് തിരുവല്ലാമലയിൽ പോയി താമസം തുടങ്ങുന്നത്. അങ്ങനെ തിരുവല്ലാമലയിൽ പ്രവാസത്തിൽ താമസിക്കുന്ന കാലത്താണ് ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പൂർവികയായ ലക്ഷ്മി വാരസ്യാർ ദേശാന്തരത്തിൽ വെച്ചാണ് പ്രസവിക്കുന്നത്. അവർ 1765 കാലഘട്ടത്തിലായിരിക്കണം ഏതാണ്ട് ഈ ലക്ഷ്മി വാരസ്യാർ ദേശാന്തരത്തിൽ വെച്ചാണ് പ്രസവിക്കുന്നത്. അപ്പോൾ സാമൂതിരി ഭരണത്തിൻ്റെ ഏതാണ്ട് അവസാന കാലഘട്ടം വരെ തറയ്ക്കൽ മേനോൻ സാമൂതിരിയുടെ ഏറ്റവും വലിയ ഒരു പടനായകനായിരുന്നു. സാമൂതിരി ഭരണത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്വന്തമായ മുദ്ര പതിപ്പിച്ചിട്ടുള്ള പടനായകന്മാരായിരുന്നു. 1800 ആദ്യ കാലഘട്ടത്തിലാണ് നമ്മുടെ പൂർവികയായ ലക്ഷ്മി വാരസ്യാരും എരോമ മേനോനും വീണ്ടും തറയ്ക്കൽ വന്ന് താമസം തുടങ്ങുന്നത്. ഈ ചെറുകോട്ട് സ്ഥിരതാമസമാക്കുമ്പോൾ അന്നത്തെ കാരണവസ്ത്രീയായ ഇട്ടിച്ചിരി വാരസ്യാരുടെ പേരിൽ ഏതാനും പാട്ടഭൂമിയും കൊടുവായൂർ ദേവസ്വവും ആണ് സാമൂതിരി തറയ്ക്കൽ തറവാട്ടുകാർക്ക് തന്നത്. പിന്നീടുള്ള തറയ്ക്കൽ തറവാടിൻ്റെ വളർച്ച മുഴുവൻ കൊടുവായൂർ ദേവസ്വം കൊണ്ടാണ്. കൊടുവായൂർ ഭഗവതിയാണ് ഈ തറവാടിൻ്റെ ഐശ്വര്യ ദേവത എന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകാൻ വയ്യ. കൊടുവായൂർ ഭഗവതിയുടെ സ്വത്തുക്കൾ കൊണ്ടാണ് പിന്നെ പുനരുത്ഥാനം മുഴുവൻ നടക്കുന്നത്. വളരെ സമ്പന്നമായൊരു പൈതൃകമാണ് നമ്മുടെ. നമുക്ക് അഭിമാനിക്കാം. പടവെട്ടി നേടിയവർ, ഭരണാധികാരിക്കെതിരായി വെടിയുണ്ടയോട് ഉതിർക്കാൻ പോലും മടിക്കാത്തവർ, വളരെ കാർക്കശ്യ ബുദ്ധിയോടുകൂടി വളരെ കർമ്മകുശലതയോടെ തറവാട്ട് ഭരണം നടത്തിയവർ, എല്ലാം നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിച്ചവർ, അവർക്കെല്ലാവർക്കും വേണ്ടി അവരോട് എല്ലാവരുടെയും കൂടെ നിന്ന് അവർക്ക് ആശയും അവർക്ക് സഹായവും പ്രചോദനവും നൽകിയ അമ്മമാരും മുത്തശ്ശിമാരും അവരെല്ലാവരും മരിച്ചുപോയി. അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു നിമിഷം നമുക്ക് കൂപ്പ് കൈ ഉയർത്തി